ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു മന്തി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മന്തിയൊക്കെ ഇന്ന് വളരെ കോമൺ ആണല്ലേ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ സ്റ്റൈൽ മന്തി റെസിപ്പി നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 6 ഗ്ലാസ് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 കിലോ ചിക്കൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് മന്തി തയ്യാറാക്കാൻ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ചിക്കൻ പീസൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 2 മാഗി ക്യൂബ്. ഇത് അത്യാവശ്യം ഉപ്പുള്ള മാഗി ക്യൂബാണ്. അതൊന്ന് കൈകൊണ്ട് തന്നെ പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ അറബിക് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് മല്ലിയിലയും 1/4 കപ്പ് പുതിനയിലയും ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു വലിയ ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം നന്നായി ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വളരെ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 250 ml കപ്പിൽ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് ഒലിവ് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഈ മസാലകളൊക്കെ നന്നായി ചിക്കനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. മാഗി ക്യൂബിൽ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം ഒരു 1/2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ചിക്കനിൽ മസാലകളൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെക്കാം. ചിക്കൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് നന്നായി കുക്കായിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് നമുക്കൊന്ന് മറിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ സമയത്ത് തന്നെ നമുക്ക് മന്തിക്കുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പു, ഉണക്കനാരങ്ങ, ഉപ്പ്, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ എന്നിവ ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. ഒരു 90% കുക്കായ ശേഷം നമുക്ക് കോരി മാറ്റാം. ഇനി കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റൈസിനൊക്കെ ഇടയ്ക്ക് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഫുഡ് കളറൊന്നും ഇതിന് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഒരു 4-5 പച്ചമുളക് ഇതിലേക്ക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം. അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാനൊരു പാത്രത്തിൽ കുറച്ച് കനലെടുത്ത് അതിൻ്റെ മേലെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമ്മൾ റൈസൊക്കെ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലൊരു വെയിറ്റ് ഇട്ട് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി അടുത്ത തവണ മന്തി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളെപ്പോഴും കഴിക്കുന്ന മന്തിയിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത്. ടേസ്റ്റിലും ഉണ്ട് കേട്ടോ ആ വ്യത്യാസം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ കൊടുക്കാൻ മറക്കരുതേ. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.